വയനാട് മേപ്പാടി കാന്തൻപാറയിൽ കാട്ടാനകൾ വളരെ കുത്തൊഴുക്കുള്ള ഒരു പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇന്ന് രാവിലെയാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയത്. വനംവകുപ്പ് RRT സംഘം ആനകളെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് കാണുന്നത്. കുത്തിയൊലിക്കുന്ന പുഴയാണ്, അതിനിടയിലാണ് ആനകളുടെ ഒരു സാഹസം. ഇല്ല അത് തിരിച്ചാർജ് ചെയ്യും എന്നുവെച്ചാൽ തിരിച്ചു കയറും എന്തെങ്കിലും വരാണ്ട് M. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, കുത്തിയൊലിക്കുന്ന പുഴയാണ്. അപ്പോൾ ആനകളൊക്കെ അപ്പുറം പോയിട്ടുണ്ടോ അതോ പോകാൻ പറ്റാണ്ട് തിരിച്ചു പോയ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്? എന്ത് സംഭവിച്ചു? പിന്നെ പൂജ, ഇത് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപമാണ്. ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ അവിടേക്ക് സഞ്ചാരികളൊന്നും എത്തുന്നില്ല, സഞ്ചാരികളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുമില്ല. അവിടെയാണ് ഇത്തരത്തിൽ കാട്ടിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ വനംവകുപ്പിന്റെ RRT സംഘം തുരത്തുന്നതിനിടെ ആനകൾ പുഴ മുറിച്ചു കടക്കുന്നത്. വലിയ ഒഴുക്കാണ്. കഴിഞ്ഞ 2 ദിവസമായി മേപ്പാടി മേഖലയിൽ പ്രത്യേകിച്ച് മലനിരകളിലൊക്കെ കനത്ത മഴയാണ്. ഇളമ്പിലേരി മലയിലൊക്കെ 200 മില്ലിമീറ്ററിലധികം മഴ കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കാണ്. കാന്തൻപാറയായാലും സൂചിപ്പാറയായാലും ഒക്കെ വലിയ കുത്തൊഴുക്കാണ് പുഴയിലുള്ളത്. ചാലിയാർ ഭാഗത്തേക്ക് ഒഴുകുന്ന പുഴയാണ് മേപ്പാടി ഭാഗത്തുള്ളത്. അത്തരത്തിൽ ആ വെള്ളച്ചാട്ടത്തിന് അടുത്താണ് ഈ കുത്തൊഴുക്കിലൂടെ ആന മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത്. 6 കാട്ടാനകളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ RRT സംഘം എത്തി ആനകളെ വനത്തിലേക്ക് തുരത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പുഴ മുറിച്ചു കടക്കുന്നത്. ചെറിയൊരു കുട്ടി ഉൾപ്പെടെയാണ് 6 കാട്ടാനകൾ പുഴ മുറിച്ചു കടന്ന് കാട്ടിലേക്ക് പോയത്. ശരി, എന്തായാലും അപകടരഹിതമായി തന്നെ ആനകൾ പുഴ കടന്നിട്ടുണ്ട്. കുട്ടിയാനകളാണ് മുമ്പിലുള്ളത്, വലിയ ആനകളും പിന്നാലെ ഉണ്ടായിരുന്നു. ആളുകൾ ചെറുതായിട്ടൊക്കെ ബഹളം വയ്ക്കുന്നുണ്ട്. ആളുകൾ ആനകളുടെ സുരക്ഷ ഓർത്താണോ ബഹളം വെച്ചത് അതോ പേടിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും മഴയുടെ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നും കൂടി ആ പുഴ കാണുമ്പോഴും അറിയാൻ പറ്റും. അത്രത്തോളം കുത്തി ഒഴുകുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ആനക്കാര്യം കൂടെ പറഞ്ഞത്. കുട്ടിയാണത്.